ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷനിലെ ഫയോളിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. 14 പ്രിൻസിപ്പിൾസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഹെൻറി ഫയോളിനെ പറ്റി ഒന്ന് അറിഞ്ഞു വെക്കുക. നമ്മുടെ മാനേജ്മെൻറ്റിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഓക്കെ, ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ റിയൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ആളാണ് ആര്? ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ മാനേജ്മെൻറ്റ് ഫിലോസഫിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ കുറേ മാനേജ്മെൻറ്റിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസിനെ പറ്റി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹെൻറി ഫയോൾ ഒരു മൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഈച്ച് പാർട്ട് ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ദി മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ. അതായത് ഒരു വർക്കിനെ നമ്മൾ ഒരു ലെങ്തി ആയിട്ടുള്ള വർക്കായിരിക്കും, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം വലിയൊരു വർക്കിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഓരോ പാർട്ടും എന്ത് ചെയ്യുക, ഏറ്റവും സ്യൂട്ടബിൾ, അത് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണോ അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരേ കാര്യം തന്നെ ഒരാൾ ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ പേഴ്സൺ ചെയ്യുന്ന സമയത്ത് അയാൾ അതിൽ സ്പെഷ്യലൈസേഷൻ അയാൾക്ക് കിട്ടും, അല്ലെങ്കിൽ അയാൾ അതിൽ എക്സ്പേർട്ടായി മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടി വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്, ടേക്ക് ഡിസിഷൻസ് എക്സെട്ര. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സുപ്പീരിയർക്ക് അയാളുടെ താഴെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്, അവകാശത്തിനെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഓബ്ലിഗേഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു പൊസിഷനിലിരിക്കുന്ന സമയത്ത് അയാൾ കുറച്ച് കാര്യങ്ങൾ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കടമയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറി ഫയോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ജോബ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആണ്, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ് എന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിസിപ്ലിനാണ്. അതായത് ഹെൻറി ഫയോൾ ബിലീവ് ചെയ്യുന്നത് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരു ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സിന് മാത്രമല്ല, മാനേജ്മെൻറ്റ് ലെവലിലും എന്ത് വേണം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും ഒക്കെ വർക്കേഴ്സിന് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിസിപ്ലിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡേഴ്സ് റിസീവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് വരുന്ന സമയത്ത് അവിടെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഒരു സുപ്പീരിയർ കൊടുക്കുന്ന ഓർഡർ ആയിരിക്കില്ല വേറൊരു സുപ്പീരിയർ കൊടുക്കുക. ഓക്കെ, പിന്നെ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ്. സോ അവിടെ ഒരു സുപ്പീരിയർ മാത്രമാണെങ്കിൽ എന്തായിരിക്കും, അയാളുടെ ഓർഡർ മാത്രം അവർക്ക് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അപ്പോൾ ഡ്യുവൽ കമാൻഡ് അവിടെ വന്നാൽ അവിടെ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഫയോൾ തിങ്ക് ചെയ്യുന്നത്. ഡയറക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദേ ഷുഡ് ഓൾവേസ് എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഹെഡും ഒരു പ്ലാനുമേ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി കുറേ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹെഡിന്
ഒരു പ്ലാൻ വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവർ മുന്നോട്ട് പോവേണ്ടത്. ഓക്കെ, അതായത് ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഷുഡ് വർക്ക് ടുഗദർ ടു അക്കംപ്ലിഷ് കോമൺ ഗോൾസ്. അതായത് അവിടെ ഓരോരുത്തർക്കും എന്താണ്, അവിടെ ആ ഒരു ഓർഗനൈസേഷന് മൊത്തത്തിലൊരു ഗോൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ആ കോമൺ ആയിട്ട് വരുന്ന പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ടേം ഇവിടെ ഓർത്ത് വെക്കണം. ഇനി അതുപോലെ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി ഓരോ വർക്കേഴ്സിനും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും മാനേജേഴ്സിനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിനേക്ക് അപ്പുറം അവരെന്ത് ചെയ്യണം, ഗ്രൂപ്പായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഫോം ചെയ്യാനായിട്ട് അവർ നോക്കണം. ദാറ്റ് മീൻസ് ആ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനല്ല, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി അവിടെ നോക്കേണ്ടത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് അതിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അതിന് താഴെ മാത്രമേ വരാൻ പാടുള്ളൂ എന്നതാണ് പറയുന്നത്. അടുത്തൊരു പ്രിൻസിപ്പിൾ റിമ്യൂണറേഷനെ പറ്റിയാണ്. റിമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രൈസ് ഫോർ ദ സർവീസ് റെൻഡേർഡ് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് കുറേ സർവീസ് ഓർഗനൈസേഷന് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൈസ് അവർക്ക് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും നമ്മൾ കൈപ്പറ്റുന്ന ഓർഗനൈസേഷന് കിട്ടുന്ന സർവീസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസിനെയാണ് റിമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കുന്ന ഒരു ക്യാഷ്, ഒരു റിവാർഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഈ റിമ്യൂണറേഷൻ്റെ കേസിൽ അതെങ്ങനെയായിരിക്കണം, റിമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ ദ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റിമ്യൂണറേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഫെയർ ആയിരിക്കണം എന്നതാണ് ഫയോള അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പം ഒരു റിമ്യൂണറേഷൻ സ്കീമിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിമ്യൂണറേഷൻ ആയിരിക്കും ഏറ്റവും നല്ലൊരു സ്കീമായിട്ട് ഫയോള അഭിപ്രായപ്പെടുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇഫ് ഓൾ ദ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. അതായത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എല്ലാം തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കൈവശമാണെന്ന് വിചാരിക്കും. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് സ്മോൾ സൈസിൽ വരുന്ന സ്മോൾ ഓർഗനൈസേഷനൊക്കെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് കുറച്ച് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ മാത്രം അല്ലെങ്കിൽ വർക്കേഴ്സിനെ മാത്രം സബോർഡിനേറ്റ്സിനെ മാത്രം എന്ത് ചെയ്താൽ മതി, മാനേജ് ചെയ്താൽ മതി. സോ അങ്ങനെ ചെറിയ ഒത്തിരി വലുതല്ലാത്ത എൻ്റർപ്രൈസസിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആണ്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പവേഴ്സ് ആർ ഓൾസോ ഗിവൻ ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവലിൽ മാത്രമല്ല ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് വയ്ക്കുന്നത്, അവരെന്ത് ചെയ്യുന്നു, ലോവർ ലെവലിലേക്ക് കൂടി ആ ഒരു പവേഴ്സിനെ കൊടുക്കുന്നു. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് പവർ അവർക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. അതായത് ഒരുപാട് മാനേജറിയൽ പേഴ്സോണൽസ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ലാർജ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും നല്ലതായിട്ട് വരിക. അപ്പോൾ ഫയോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും തമ്മിലൊരു ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കണമെന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ലാർജ് സൈസുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക. സ്മോൾ സൈസിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ സെൻട്രലൈസേഷൻ ആയിരിക്കും സ്യൂട്ടബിൾ ആവുക. അടുത്തത് സ്കെയിലർ ചെയിൻ ആണ്. സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് റാങ്ക്. ഓക്കെ, അതായത് അതൊരു ചെയിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് അതോറിറ്റി പാസ് ചെയ്യുന്ന ഒരു ചെയിൻ. ഓക്കെ, അപ്പോൾ സുപ്പീരിയേഴ്സ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ള സുപ്പീരിയേഴ്സിൽ നിന്നും ലോവസ്റ്റ് റാങ്കിലേക്ക് ആ ഒരു അതോറിറ്റി പാസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ, ആ ഒരു പ്രോസസ്സ്, അതിനൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കെയിലർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രോക്കൺ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അതോറിറ്റി,
അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ഫ്ലോ ത്രൂ ദിസ് ചെയിൻ ഫ്രം ദി ഹൈസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ദി ലോവസ്റ്റ്. അപ്പോൾ ഈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയുടെ എങ്ങനെയായിരിക്കും, ഈ ഒരു ചെയിനിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിൽ നിന്നും ലോവസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിലേക്ക് എന്ത് ചെയ്യുന്നു, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെയിനാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന എന്ത് വഴിയായിട്ടായിരിക്കും, ഈ പറയുന്ന സ്കേലാർ ചെയിനിൽ ആ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആദ്യം ഏറ്റവും ടോപ്പ് ലെവലിൽ ആരാണ്, മിഡിൽ ലെവലിൽ ആരാണ്, ലോവർ ലെവലിൽ ആരാണ് എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ഹൈറാർക്കി പ്രകാരം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓർഡേഴ്സും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നടത്തുക. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർഡറാണ്. അതായത് ദർ ഷുഡ് ബി മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫയൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ 2 തരത്തിലുള്ള ഓർഡറാണ് വേണ്ടത്. മെറ്റീരിയൽ ഓർഡറും ഉണ്ടായിരിക്കണം, സോഷ്യൽ ഓർഡറും ഉണ്ടായിരിക്കണം. മെറ്റീരിയൽ ഓർഡർ മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ്. അതായത് ഓർഗനൈസേഷനിൽ കുറേ തിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം. ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതായത് ഓരോ സാധനങ്ങൾക്കും ഓരോ പ്ലേസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി അതാത് സാധനങ്ങളുടെ പ്ലേസിൽ തന്നെ ആയിരിക്കണം അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് പീപ്പിൾ. അതായത് ഒരുപാട് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഓരോരുത്തർക്കും അവിടെ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ പ്ലേസിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവ്രി വൺ ആൻഡ് എവ്രി വൺ ഇൻ ഹിസ് പ്ലേസ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് റൈറ്റ് മാൻ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ഇൻ ദി റൈറ്റ് ജോബ്. ഓരോ എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും ആ കറക്റ്റ് ജോബിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കണം അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഓർഡറും ഉണ്ട്, മെറ്റീരിയൽ ഓർഡറും ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഈക്വിറ്റി ആണ്. ഈക്വിറ്റി എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ടു ട്രീറ്റ് എംപ്ലോയീസ് വിത്ത് കൈൻഡ്നെസ് സോ ആസ് ടു മേക്ക് ലോയൽറ്റി ആൻഡ് അറ്റാച്ച്മെൻറ്റ് എമംഗ് ദം ടുവാർഡ്സ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്കൊരു ലോയൽറ്റി, അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനോട് തോന്നണമെങ്കിൽ അവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ഒരു കൈൻഡായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം അല്ലേ. നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫയോൾ അഭിപ്രായപ്പെടുന്നത് എവ്രിബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ. എല്ലാവരെയും എന്ത് ചെയ്യണം, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇപ്പോൾ സിമിലർ പൊസിഷനിൽ ഉള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സെയിം റിമ്യൂണറേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓഫീസിൽ 2 ക്ലർക്കുണ്ട്, അതിൽ ഒരു ക്ലർക്കിന് 2 പേർക്ക് ഡിഫറൻസ് റിമ്യൂണറേഷൻ വരുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റ് വരും, അവരുടെ അറ്റാച്ച്മെൻറ്റ് അവിടെ പോവും അല്ലേ. ഒരാൾക്ക് കുറവുള്ള ആൾക്ക് എന്താ പറയുക, അയാളെ അവിടെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാത്തൊരു ഫീൽ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. സിമിലർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവർക്ക് സെയിം റിമ്യൂണറേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെയാണ് എന്ത് കൂടി ഉദ്ദേശിക്കുന്നത്, ഈക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മാനേജർ ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്. മാനേജേഴ്സ് ഇംപാർഷ്യൽ ആയിരിക്കണം. അതായത് സബോർഡിനേറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ, അതായത് എംപ്ലോയീസിനിടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അവരെ കാസ്റ്റോ റിലീജിയൻ സെക്സ് ആ ഒരു രീതിയിലൊന്നും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ നെഗ്ലക്റ്റ് ചെയ്യാനോ പാടില്ല എന്നതാണ് പറയുന്നത്. എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ആൻഡ് പേഴ്സണൽ. അതായത് എംപ്ലോയീസിന് ഓരോ പേഴ്സണൽസിനെ നമ്മളൊരു ജോബിന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പൊസിഷൻസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തിയാൽ എന്ത് സംഭവിക്കും, അവരുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കാലാവധി ടെന്യൂർ എന്ന് പറയുന്നത് അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതിലെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതിയ ജോബ് കൊടുക്കുക, എപ്പോഴും അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ടൈം വേസ്റ്റേജ് ആവുന്നു. അതായത് പുതിയൊരു ജോബിലേക്ക് അവരെ മാറ്റുന്ന സമയത്ത് അവർക്കത് ഒന്ന് ലേൺ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അവിടെ അങ്ങനെ ഒരു കേസാണ് പറയുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് ടൈം. ഓക്കെ, ടൈം അവിടെ വേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ ടെന്യൂർ ആൻഡ് പേഴ്സണലിൽ എന്ത് വേണം, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. ഓക്കെ, ഒരു പെർമനൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനിഷ്യേറ്റീവാണ്. അതായത് എംപ്ലോയീസിന് അവിടെ
അഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രീഡം കൊടുക്കണം. അവരുടേതായിട്ടുള്ള ഐഡിയാസ് തിങ്ക് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ പ്രൊവൈഡ് ചെയ്യുക. അവരെ ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യേറ്റീവ് മീൻസ് ടു ഡു സംതിങ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ് ഫ്രം സുപ്പീരിയേഴ്സ്. അതായത് ഇവിടെ എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാക്കണം, അതായത് എല്ലാ കാര്യങ്ങളും സുപ്പീരിയേഴ്സിൻ്റെ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, ആ ഒരു രീതിയിലല്ല അവരെ ഒന്നുകൂടി ഇനിഷ്യേറ്റീവ് ആക്കുക. ഓക്കെ, അപ്പോൾ സുപ്പീരിയേഴ്സിൻ്റെ ഓർഡേഴ്സ് വെയിറ്റ് ചെയ്യാതെ തന്നെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതാണ് ഇനിഷ്യേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 14th പ്രിൻസിപ്പിളാണ് എ സ്പിരിറ്റ് ഡീകോപ്സ്. ഇതിൻ്റെ മീനിങ് ഒന്ന് ഓർത്ത് വെക്കണം. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ എൻറ്റയർ ഓർഗനൈസേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് വൺ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് എന്താണ്, നമ്മുടെ ഫുൾ ഓർഗനൈസേഷനെയും ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഒരു ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടീം സ്പിരിറ്റ്. അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ടീം സ്പിരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം, ഒരുമിച്ച് അവരുടെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരൊരു ടീമാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. സോ ആ രീതിയിൽ വേണം മാനേജേഴ്സ് എന്ത് ചെയ്യാനായിട്ട്, എംപ്ലോയീസിനെ അവിടെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിനിടയിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഇതുപോലെ ടീം വർക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജേഴ്സ് അവിടെ ചെയ്തു കൊടുക്കണമെന്നതാണ് പറയുന്നത്.